ഹലോ എവ്രി വൺ, എന്നാ ഉണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ മാർച്ചിങ് എത്താറായി, എല്ലായിടത്തും എക്സാമിൻ്റെ ബഹളങ്ങളൊക്കെ തുടങ്ങാറായി. എനിക്കും അടുത്ത ആഴ്ച എക്സാം ആവാറായി. അത് ഞാൻ പെട്ടെന്ന് എടുത്ത് തരാം. ഒരു സ്റ്റഡി ട്രാക്കർ അങ്ങ് ഉണ്ടാക്കിയാലോ? എന്തായാലും ഫെബ്രുവരി മാസത്തെ ബുള്ളറ്റ് ജേർണലിങ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൊരു സ്റ്റഡി ട്രാക്കർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് 28 ബോക്സൊക്കെ വരയ്ക്കാനായിട്ട് സ്കെയിലും പേനയൊക്കെ എടുത്ത് ഇറങ്ങി തിരിച്ചു. എൻ്റെ പ്ലാനിങ് ഒക്കെ അതിഗംഭീര പ്ലാനിങ് ആയിരുന്നു. ഗംഭീരം എന്ന് വെച്ചാൽ പോലെ എൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങ് വരിഞ്ഞ് ഒഴുകുമായിരുന്നു. അതുകൊണ്ട് പ്ലാനിങ്ങിന് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഈ ഒരു 28 ബോക്സും നമ്മളിങ്ങനെ കളറടിച്ച് ഇത്ര അവർ പഠിച്ചു അങ്ങനെയുള്ള രീതിക്ക് കളറടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ. ഈ ബേസിക് ആയിട്ടുള്ള പ്ലാനിനെ കുറച്ചുകൂടി ഒന്ന് ബ്ലൂ തീമിലാക്കി കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പുതിയ പ്ലാനൊക്കെ ഞാൻ, അതായത് 0 to 3 hours വരെ പഠിക്കുന്നിടത്ത് ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കാതെ അവിടെ വൈറ്റ് കളറിൽ വരുന്നു. അതിനുശേഷം 3 to 6 പോർഷനിൽ ഞാൻ ലൈറ്റ് ബ്ലൂ കൊടുക്കുന്നു. അതിനും ശേഷം ഞാൻ ഭയങ്കര പഠിപ്പായതുകൊണ്ട് 6 to 9 hours ഒക്കെ പഠിക്കുന്ന ദിവസം ഞാൻ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നു. അതിലും കൂടുതൽ ഏതെങ്കിലും കാരണവശാൽ ഞാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 9 hours മുകളിൽ ഞാൻ പഠിച്ചാൽ ഞാൻ വയലറ്റ് കൊടുക്കുന്നു. അങ്ങനെ പ്ലാനിങ് ഒക്കെ നല്ല പക്ക പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ആ 4ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഡിവൈഡ് ചെയ്തപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു കളർ എടുത്തങ്ങ് പ്രയോഗിച്ചാലും മതിയായിരുന്നു. ഇവിടം തൊട്ടങ്ങോട്ടാണ് എൻ്റെ പ്ലാനിങ് മുഴുവൻ കുളമായത്. ഞാൻ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ബോക്സും ഫില്ല് ചെയ്ത് വിടേണ്ടതിന് പകരം മൂന്നും കളറാക്കി മൊത്തം കൺഫ്യൂഷൻ അടിപ്പിച്ച് ഞാൻ തന്നെ അത് കുളമാക്കി. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ മിസ്റ്റേക്സിൽ നിന്നാണല്ലോ പഠിക്കുന്നത്, ആരും പെർഫെക്റ്റ് അല്ലല്ലോ, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. എന്തായാലും ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്